നമസ്കാരം. ഞാനും സ്പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റോർ അറ്റൻഡർ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് കേരള പേസ് നടത്തിയ 4/2/23 നടത്തിയ എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 10/23 10/2023 ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു, ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ആൻസർ: 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് 2 മാത്രം ശരിയല്ലാത്ത പ്രസ്താവന. അതായത് അന്ന് ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചത്. പിന്നീട് ലക്ഷ്യം എന്താണ്? പൂർണ്ണ സ്വരാജാണ്. ഓക്കെ, 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് വൺ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഓപ്ഷൻസ്: ഖേദ സമരം, മീററ്റ് സമരം, ചമ്പാരൻ സമരം, ഹോം റൂൾ സമരം. ആൻസർ 1ഉം 3ഉമാണ് ആദ്യകാല സമരങ്ങൾ. ഖേദ സമരവും ചമ്പാരൻ സമരവുമാണ് ആദ്യകാല സമരങ്ങൾ. ചമ്പാരൻ സമരം എന്നാണ് 1917 സമരം വരുന്നത്. അതായത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണേത്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ഖേദ സമരം, ചമ്പാരൻ സമരമാണ് ഇവിടെ കൊടുത്തേക്കുന്നതിൽ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയ സമരം ഏതായിരുന്നു? റൗലറ്റ് സത്യാഗ്രഹം. 17 ചമ്പാരൻ സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയ സമരം ഏതാണ്? റൗലറ്റ് സത്യാഗ്രഹമാണ്. ഓക്കെ, അതുപോലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. അത് 1918 ചമ്പാരൻ സമരം 17 അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം എന്നാണ് 18. അത് ആദ്യ നിരാഹാര സമരമാണ്, മിൽ തൊഴിലാളി സമരം അഹമ്മദാബാദിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരല്ല? ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ആരല്ല? ആൻസർ 1ഉം 2ഉമാണ്. ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ആൻസർ. അംഗമല്ലാതിരുന്ന വ്യക്തികൾ മൗണ്ട് ബാറ്റൻ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ്. അപ്പോൾ അംഗമായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? പെത്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിബ്സ്, MV അലക്സാണ്ടർ. പെത്വിക് ലോറൻസ് എന്ന് പറയുമ്പോൾ അത് ചെയർമാനായിരുന്നു. സ്റ്റാഫോർഡ് ക്രിബ്സ്, AV അലക്സാണ്ടർ ആണ് ഇവിടുത്തെ ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്ന ആൾക്കാർ അല്ലേ. അതിൻ്റെ വർഷം എന്നായിരുന്നു 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതാണ്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. സൈനിക സഹായ വ്യവസ്ഥ വരുന്നത് എന്നാണ് 1798 സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്നത് അല്ലേ. അതിൻ്റെ ഭരണാധികാരി ആരായിരുന്ന സമയത്ത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഭരണാധികാരി. റിച്ചാർഡ് വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവരുന്ന ഭരണാധികാരി. 1798 നടപ്പിലാക്കുന്നത്. ഓക്കെ, ബാക്കി അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം എന്നുള്ളതും ശരിയായ കാര്യമാണ്. നെക്സ്റ്റ് വൺ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഏതൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയുന്ന പേരുകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് സി ആണ്. ഓപ്ഷൻ സി 1ഉം 4ഉമാണ് ചേർത്ത് പറയപ്പെട്ട പേരുകൾ. അതായത് അഖിലേന്ത്യാ ഖിലാഫത്ത് കോൺഫറൻസ് നടന്നത് 1919 നടക്കുന്നത്. ആ സമയത്ത് സ്ഥാപകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവരാണ്.
ഇവിടെ ഇതിൻ്റെ പേരുകളിൽ 1ഉം 4ഉം ആണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻസിൽ കീ പറയുന്നത് അങ്ങനെയാണ്. ഇതിന് നേതാക്കൾ ആരൊക്കെ, സ്ഥാപക നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ്. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് ഇതിൻ്റെ സ്ഥാപക നേതാക്കൾ എന്ന് പറയുന്നത്. ഓക്കെ. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ഉണ്ടായത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? ആൻസർ അയർലൻഡ്. നിർദ്ദേശക അയർലൻഡ്. നിർദ്ദേശ തത്വങ്ങൾ ഇവിടെ നിന്നാണ്, അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ അമേരിക്ക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും നമ്മൾ ഓർക്കേണ്ടത്? അമേരിക്ക എന്ന് പറയുമ്പോൾ മൗലിക അവകാശങ്ങളാണ് അമേരിക്ക ഓർക്കേണ്ടത് കേട്ടോ. മൗലിക അവകാശങ്ങളാണ് അമേരിക്ക ഓർക്കേണ്ടത്. നിർദ്ദേശ തത്വങ്ങൾ എവിടെയാണ്? അയർലൻഡ്. അമേരിക്ക ഓർക്കാൻ എന്താണ്? മൗലിക അവകാശങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് വൺ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? ആൻസർ മണിപ്പൂരാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ രാജേന്ദ്ര പ്രസാദാണ് നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷൻ. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ആൻസർ രാജസ്ഥാനാണ്. ആൻസർ ഏതാണ്? രാജസ്ഥാൻ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ആൻസർ പാർലമെൻറ്റിന്. മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. എന്നാൽ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഓക്കെ. ഇവിടെ മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യുവാൻ പാർലമെൻറ്റിന് അവകാശമുണ്ട്. എന്നാൽ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തവ ഏതാണ്? ആൻസർ 2 മാത്രം. പാലിയം സത്യാഗ്രഹം, വൈക്കം അബ്ദുൽ ഖാദർ എന്നുള്ളത് ശരിയല്ല. വൈക്കം സത്യാഗ്രഹം ടി.കെ. മാധവൻ. പാലി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പാലിയത്തെ പൊതു റോഡ് സമസ്ത ജാതിക്കാർക്കും തുറന്നു കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി അന്നത്തെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളും നടത്തിയ സത്യാഗ്രഹമാണേത്? പാലി സത്യാഗ്രഹം. ഇതിന് രക്തസാക്ഷിയുണ്ട്. പാലി സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ഏതാണ്? എം.ജി. വേലായുധൻ. അപ്പോൾ അതുമായി ഓർക്കേണ്ട ഒരു പേര് ഏതാണ്? രക്തസാക്ഷി ഏതാണ്? എം.ജി. വേലായുധൻ എന്ന് ഓർക്കാം. ഓക്കെ. ഗുരുവായൂർ കെ.കെ. എളപ്പൻ. ഓക്കെ. ഗുരുവായൂരിൻ്റെ കെ.കെ. എളപ്പനാണല്ലേ. അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ.കെ. ഗോപാലൻ. ഓക്കെ. കെ.കെ. എളപ്പൻ എന്ന് പറയുമ്പോൾ എന്താണ്? നേതൃത്വം കൊടുത്ത ആളാണ് കെ.കെ. എളപ്പൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ.കെ. ഗോപാലൻ. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാമാണ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതെല്ലാമാണ്? ആൻസർ 1ഉം 4ഉം. വേദാധികാര നിരൂപണം, ആദിഭാഷ. വേദാധികാര നിരൂപണവും ആദിഭാഷയും.
ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ രചനകളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളേവ? ശക്തൻ തമ്പുരാൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ 1, 2, 4 പറയുന്നത്. 1, 2, 4. കോവിലത്തും വാതുക്കൽ. തൃശ്ശൂർ പൂരം ആരംഭിച്ചു. തൃശ്ശൂർ പട്ടണം സ്ഥാപിക്കുന്ന ഭരണാധികാരി ശക്തൻ തമ്പുരാനാണ് അല്ലേ? ശക്തൻ തമ്പുരാൻ കോട്ടാര സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂരാണ്. തൃശ്ശൂർ പൂരം തുടക്കം കുറിച്ച ആളാരാണ്? ശക്തൻ തമ്പുരാൻ. ഇതിൽ 3 മാത്രമാണ് അല്ലാത്തത്. നെക്സ്റ്റ് വൺ, കൂടൽമാണിക്ഷേത്രം പുതുക്കി പണിതു. ഓക്കെ, തൃശ്ശൂർ പൂരം ആരംഭിക്കുന്ന ആൾ ശക്തൻ തമ്പുരാനാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നെക്സ്റ്റ് വൺ, സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ വൈകുണ്ഠസ്വാമി. വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം. നെക്സ്റ്റ് വൺ, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ ഏതാണ്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവനകൾ ഏതാണ്? ആൻസർ 4 മാത്രം. മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തെന്നാണ് യോജിക്കാത്ത പ്രസ്താവന. നെക്സ്റ്റ് വൺ, 2022 ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരൻ രാജ്യം ഏതാണ്? ആൻസർ ഫ്രാൻസ്. 22 ലോകകപ്പിലെ 2ാം സ്ഥാനക്കാരൻ ഫ്രാൻസാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? ആൻസർ ഇടുക്കിയാണ്. ജലവൈദ്യുതി പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ബാർലിയാണ്. ഖാരിഫ് വിളയിൽ ഉൾപ്പെടാത്തത് ബാർലിയാണ്. നെക്സ്റ്റ് വൺ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? ആൻസർ 98 മെയ് 17. 1998 മെയ് 17 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. 1998 മെയ് 17 പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 വായന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പുസ്തകഗ്രാമമായിട്ട് പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ആൻസർ പെരുങ്കുളമാണ് പുസ്തകഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത്. വർഷം 2021. പുസ്തകഗ്രാമമായതാണ് പെരുങ്കുളം. നെക്സ്റ്റ് വൺ, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെൻറ്റിനും ചരക്ക് സേവന നികുതി GST സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്. ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം കൊടുക്കുന്നത് ഏതാണ്? ആൻസർ 101 ഭേദഗതി. ഏത് ഭേദഗതിയാണ്? 101 ഭേദഗതി GSTയെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം കൊടുക്കുന്നു. 101 ഭേദഗതി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. നെക്സ്റ്റ് വൺ, 15ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ NK സിംഗ്. 15ാം ധനകാര്യം NK സിംഗ്. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഏത് മാത്രമാണെന്നുള്ളതാണ്. ആൻസർ 1, 2, 3, 4. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ്. 1, 2, 3, 4 ശരിയാണെന്നാണ്. നെക്സ്റ്റ് വൺ, പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ കറുത്ത മണ്ണ്.
പരുത്തി കരിമ്പിനും അനുയോജ്യ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ഏറ്റവും കൂടുതൽ മഴ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. നെക്സ്റ്റ് വൺ, പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ എവിടെയാണ്? കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങളിലാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങൾ. പശ്ചിമ ബംഗാൾ, ബംഗാൾ കടുവകൾ, കണ്ടൽ വനങ്ങൾ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ആൻസർ നർമ്മദ. ഭ്രംശ താഴ്വര നർമ്മദ. നെക്സ്റ്റ് വൺ, സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ആൻസർ ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗയും ബ്രഹ്മപുത്രയുമാണ് സുന്ദരവനം ഡെൽറ്റ നദികളുടെ നിക്ഷേപത്തിൻ്റെ ഫലമായി വരുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യയുടെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിക്കുന്നത്. നെക്സ്റ്റ് വൺ, മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം. മിഷൻ ഭൂമിപുത്ര ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ആസാം. ആൻസർ ആസാം. ഭൂമിപുത്ര ആസാം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? ആൻസർ മലപ്പുറം. ജനസംഖ്യ വളർച്ചാ നിരക്ക്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ NH-744. NH-744. നെക്സ്റ്റ് വൺ, ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? ആൻസർ വരുന്നത് പാലക്കാട് ജില്ല. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. നെക്സ്റ്റ് വൺ, സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ആൻസർ ഇടുക്കി ജില്ല. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതാണ്? പക്ഷിഗ്രാമം നൂറനാട്. പക്ഷിഗ്രാമം നൂറനാട്. നൂറനാടാണ് 100 പക്ഷികൾ. നൂറനാടാണ് പക്ഷിഗ്രാമം. നെക്സ്റ്റ് വൺ, ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂരാണ്. തീരദേശം കണ്ണൂർ ജില്ലയ്ക്കാണ് കൂടുതലുള്ളത്. നെക്സ്റ്റ് വൺ, അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? ജലാശയം ഏതാണ്? വെള്ളായണി കായൽ. വെള്ളായണി കായലിലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി. വെള്ളായണി അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ കുമ്മളി. കുമ്മളിയാണ് വിസ്തീർണം കൂടിയത്. കുമ്മളി വിസ്തീർണം കൂടിയത്. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ്? ആലുവയിലാണ്. കാർബൺ ന്യൂട്രൽ ഫാം എവിടെയാണ്? ആലുവ. കാർബൺ ന്യൂട്രൽ ആലുവയിലാണ് ഉള്ളത്. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ എവിടെയാണ്?
ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ്. സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് എവിടെയാണ്? ആൻസർ മേപ്പാടി. നെക്സ്റ്റ് വൺ, ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷപാളി ഏതാണ്? അയണോസ്ഫിയർ. ഏതാണ്? അയണോസ്ഫിയർ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ 1098. 1098. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വൈലോപ്പള്ളി ശ്രീധരമേനോൻ. വിത്തും കൈക്കോട്ടും വൈലോപ്പള്ളി ശ്രീധരമേനോൻ. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആൻസർ ജൂൾ. 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 എനർജി ജൂൾ. നെക്സ്റ്റ് വൺ, ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം. ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ തെലുങ്കാന. ശിശു ആധാർ തെലുങ്കാന. നെക്സ്റ്റ് വൺ, 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്താണ്? പ്രഗതി മൈതാനിൽ നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തായിരുന്നു? ആൻസർ രാജ്യത്ത് 5G സേവനങ്ങൾക്കുള്ള തുടക്കം. 5G ആണ് പ്രഗതിയിൽ തുടങ്ങിയത്. 5G ആണ് പ്രഗതിയിൽ തുടങ്ങിയത്. 5G ആണ് പ്രഗതിയിൽ തുടങ്ങിയത്. ആരാണ്? നരേന്ദ്രമോദി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചന്ദ്. ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. നെക്സ്റ്റ് വൺ, വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി എന്താണ്? കാർഷിക പരിപാടി ഏതാണ്? കാർഷിക പരിപാടി നൂറുമേനി. വിക്ടേഴ്സിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി. നെക്സ്റ്റ് വൺ, വിറ്റമിൻ എയെക്കുറിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കുക. വിറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോളാണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാക്കുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഏതാണ്? 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്താണ്? സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ മണ്ണുത്തി. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യരുടെ ഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യരുടെ ഭാഗം ഏതാണ്? ആൻസർ വൃക്ക. നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയാണ്. നെഫ്രോൺ വൃക്കയുടെ ഏറ്റവും ചെറിയ രൂപമാണെന്ത്? നെഫ്രോൺ എന്ന് പറഞ്ഞത്. നെഫ്രോൺ ഓർക്കുമ്പോൾ നെഫ്രൈറ്റിസ് കിട്ടാം. നെക്സ്റ്റ് വൺ, 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നോബൽ സമ്മാനം സ്വാന്തേ പേബോ. നെക്സ്റ്റ് വൺ, കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതു ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? ആൻസർ പിണ്ഡം. പിണ്ഡം മീൻസ് ഭാരം. പിണ്ഡമാണ്. നെക്സ്റ്റ് വൺ,
ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്? ആൻസർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിക്കുക. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ച് വയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ സിനബാർ. സിനബാറാണ്. നെക്സ്റ്റ് വൺ, പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണം കൊണ്ടാണ്, ഏത് കാരണം കൊണ്ടാണ്? ആൻസർ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നതുകൊണ്ട്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ് പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറഞ്ഞതിൽ ഏത് ഗുണമാണത്? ഏത് പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏത് ഗുണമാണ്? ഏത് ഗുണമാണെന്ന് ചോദിച്ചാൽ ആൻസർ ജഡത്വമാണ്. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയാണെന്ത്? ജഡത്വം. ഇല്ല, ആ ചലന നിയമം വരുന്നതാണ് ജഡത്വം. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് താഴെ പറയുന്നത് ഏതാണ്? സൂര്യൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിൻ്റെ പേര് ഏതാണ്? ആദിത്യ L1. സൂര്യനാന്ന് ഓർക്കുക, ആദിത്യ L1. നെക്സ്റ്റ് വൺ, കൊതുകിൻ്റെ മുട്ട വിരിഞ്ഞെടുക്കുന്ന സമയം എത്രയാണ്? ആൻസർ 8. പുകവലി മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ്? തലയോട്ടിയിലെ സന്ധി. ചലനരഹിത സന്ധിയാണ്, ചലനമില്ലാത്ത സന്ധിയാണ് തലയോട്ടിയിലെ സന്ധി. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ നിന്നൊരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വിസർജന അവയവം ഏതാണ്? വിസർജന അവയവമാണ് വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ആൻസർ മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റമിൻ ബി. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ ബാക്കി ഏതാണ്? ബി ആൻഡ് സി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ബാക്കി വരുന്ന അഡക് ADEK ഇത് ഏതാണ്? ലയിക്കാത്ത കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഇത് ബി ആൻഡ് സി മാത്രമേ ഉള്ളൂ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിക്ക് പറയുന്ന പേരെന്താണ്? താലോലം. 18 വയസ്സിൽ താഴെയുള്ളവർക്കാണ് താലോലം കിട്ടുക. മനുഷ്യശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏതാണ്? ബ്ലഡ് പ്രഷർ, BP. നെക്സ്റ്റ് വൺ, ജലദോഷത്തിന് കാരണമാവുന്ന രോഗകാരി ഏതാണ്? വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്?
കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ആൻസർ ബാക്ടീരിയ. വിബ്രിയോ കോളറി, ബാക്ടീരിയ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ ഏതാണ്? അഭാജ്യ സംഖ്യ ഏതാണ്? 2. 3 6 എത്ര 12 ഒന്നുകൾ ഉണ്ട്? 38. ഒരു സംഖ്യയോട് 100% അതിൻ്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ ഏതാണ്? 60. നെക്സ്റ്റ് വൺ, 1/2 + 1/4 എത്രയാണ്? 0.75. √96.04 = എത്രയായിരിക്കും? ഓപ്ഷൻ സി ആണ് 98. 68, 72, 64, 91, 48 സംഖ്യകളുടെ ശരാശരി എന്താണ്? ശരാശരി എന്താണ്? ഓപ്ഷൻ എ ആണ് 68.6. ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു, 20% ലാഭം നേടി. 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ ഡി 910. 9 km/മണിക്കൂർ =(m/s). ആൻസർ ഓപ്ഷൻ ബി ആണ് 2.5. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, 2 എണ്ണൽസംഖ്യയുടെ ലസാഗു 60, അവയുടെ ഉത്സാഹ 8 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ആൻസർ ഇതൊന്നുമല്ല. ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏതായിരിക്കും? 200. കടൽ, കപ്പൽ, മരുഭൂമി എന്നത് ഏതിനോടാണ് മാച്ച് ചെയ്യുക? ഇതിനോട് യോജിക്കുന്നു. ഒട്ടകം. നെക്സ്റ്റ് വൺ, രവിയുടെയും ശശിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഇപ്പോൾ 4:5 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആകുമെങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഇപ്പോഴത്തെ വയസ്സ് രവിയുടെ എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 20 ആണ്. BELT എന്ന വാക്കിനെ AGKV എന്ന് എഴുതാമെങ്കിൽ DRAG എന്ന വാക്കിനെ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതാം? ആൻസർ CTZI. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒറ്റയാനെ കണ്ടെത്തുക. 7, 9, 11, 13 ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 9. ഒരു വർത്തമാനപത്രത്തിൻ്റെ അവശ്യ ഘടകം. ഒരു വർത്തമാനപത്രത്തിൻ്റെ അവശ്യ ഘടകം എന്താണ്? അവശ്യ ഘടകം എന്താണ്? തീയതി. നെക്സ്റ്റ് 96ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 69 × 87 = 1515 എങ്കിൽ 76 × 68 എത്രയായിരിക്കും? 1314. 35 ആളുകൾ വരിയായി നിൽക്കുന്നു. ഇതിൽ ഒരറ്റത്ത് നിന്ന് 25ാം സ്ഥാനത്താണ് രമ നിൽക്കുന്നത്. മറ്റേ അറ്റത്ത് നിന്ന് രമ എത്രാം സ്ഥാനത്ത് ആയിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 11. നെക്സ്റ്റ് വൺ, 5, 7, 10, 14, 19, 25 എന്നിവ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഭൂമികുലുക്കം എന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഇടിവെട്ട് താഴെ കാണുന്ന ഏതുമായി ബന്ധപ്പെട്ടിരിക്കും? ആൻസർ ആകാശം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തേക്ക് ദയവായി.